Kerala has become the drug capital of India, number one state in India. കേട്ടല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത്. കേരളം ഇന്ത്യയുടെ മയക്കുമരുന്ന് തലസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് ഇന്ന് കേരളം. രാഹുൽ ഗാന്ധി അല്ലേ പറഞ്ഞത്? സീരിയസ് ആയി തന്നെ എടുക്കണം, വേണ്ടേ? തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ഏപ്രിൽ 4-ന് ആലപ്പുഴയിലെ ഒരു വേദിയിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, വി ഡി സതീശൻ അടക്കമുള്ള പല കോൺഗ്രസ് നേതാക്കളും മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരും സാമൂഹ്യ നിരീക്ഷകരുമൊക്കെ പലപ്പോഴായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വാദമാണിത്. കേരളം ഇന്ത്യയുടെ മയക്കുമരുന്ന് തലസ്ഥാനമാണത്രേ. എന്നാൽ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? കേരളത്തിലാണോ ഏറ്റവും കൂടുതൽ പേർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്? ഏറ്റവും കൂടുതൽ അളവിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത് കേരളത്തിലാണോ? ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേരളത്തിലാണോ? ഇങ്ങനെ കുറേയേറെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തിയാലേ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറയാനാവും. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയട്ടെ, രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവനായും സത്യമല്ല. അദ്ദേഹം ബോധപൂർവം നുണ പറഞ്ഞതാണോ അറിയാതെ പറഞ്ഞതാണോ എന്നൊന്നും പറയാൻ ഞങ്ങൾ മുതിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാനത്ത് കൂടി വരുന്ന കേസുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു വാദം പലരും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മയക്കുമരുന്ന് തലസ്ഥാനം എന്ന വിശേഷണം കേരളത്തിന് നൽകുന്നത് വസ്തുതാപരമായി ശരിയല്ല. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് ലഹരി ഉപയോഗത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനം കേരളത്തിനാണ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. നമുക്ക് ചില കണക്കുകൾ പരിശോധിക്കാം. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമത്തിന്റെ കീഴിൽ 36,314 കേസുകളാണ് കഴിഞ്ഞ വർഷം കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത്. 2024-ൽ ഇത് 27,530 കേസുകളായിരുന്നു. ഏകദേശം 32% വർധനവാണ് കേരളത്തിൽ ഒരു വർഷത്തിനകം റിപ്പോർട്ട് ചെയ്തത്. എക്സൈസ് വകുപ്പ് ഓഗസ്റ്റ് 2025 വരെ മാത്രം 8,622 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. 2024-ൽ ആകെ രജിസ്റ്റർ ചെയ്തത് 8,160 കേസുകളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്ത് ലഹരി മരുന്ന് കേസുകളുടെ എണ്ണം കൂടുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഇതുകൊണ്ട് കേരളം മയക്കുമരുന്ന് തലസ്ഥാനമായി മാറുമോ? ബാക്കി സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ്? എല്ലായിടത്തും കൃത്യമായ റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ടോ? ഇതിനുത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ലഭ്യമായ കണക്കുകൾ വെച്ച് തന്നെ ഒരു താരതമ്യം നടത്തി നോക്കിയാൽ മാത്രം മതി. നിലവിൽ 2024-ലെ കണക്കുകളാണ് മുഴുവനായും പബ്ലിക് ഡൊമൈനിലുള്ളത്. ആ കണക്കുകളിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്താൻ സാധിക്കുക? 2024-ൽ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രാജ്യത്ത് നിന്ന് പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ അളവ് എത്രയാണെന്നുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ആയതുകൊണ്ട് ഒരു താരതമ്യത്തിന് ഏറ്റവും അനുയോജ്യം ഈ കണക്കുകളാണ്. കേരളത്തിലാണ് ഈ കാലയളവിൽ ഏറ്റവും അധികം കേസുകളും അറസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 27,530 കേസുകൾ. ഇന്ത്യയിൽ മൊത്തം രജിസ്റ്റർ ചെയ്തതിന്റെ 28%. മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത്. എന്നാൽ കേരളത്തിന്റെ പകുതി മാത്രമാണ് മഹാരാഷ്ട്രയിലെ കേസുകളുടെ എണ്ണം. മൂന്നാമത് പഞ്ചാബാണ്. ഇങ്ങനെയാണെങ്കിലും കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ അളവ് താരതമ്യേന വളരെ കുറവാണെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഡാറ്റയിൽ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത ലഹരി മരുന്നുകളെ കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഗഞ്ച, MDMA, ഹെറോയിൻ എന്നിങ്ങനെ നിരവധി കാറ്റഗറികളുണ്ട്. 2024-ൽ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഗഞ്ചയുടെ അളവ് 4,482 കിലോഗ്രാം ആണ്. കേരളം ഒന്നാമതാണോ? അല്ല. ഈ കാറ്റഗറിയിൽ 20-ാം സ്ഥാനത്താണ് കേരളം. ഒഡീഷയാണ് ഒന്നാം സ്ഥാനത്ത്. 1,43,761 കിലോഗ്രാം ഗഞ്ചയാണ് ഇവിടെ നിന്ന് പിടിച്ചത്. രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ നിന്ന് 55,351 കിലോ. മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശിനാണ്. 53,983 കിലോയാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പിടിച്ചെടുത്തത്. ചെറുപ്പക്കാർക്കിടയിൽ കൂടി വരുന്ന മറ്റൊരു ലഹരി മരുന്നായ MDMA പിടിച്ചെടുത്ത അളവിൽ കേരളം 4-മതാണ്. 24 കിലോഗ്രാം MDMA ആണ് 2024-ൽ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. ഒന്നാം സ്ഥാനത്തുള്ള ആന്ധ്രാപ്രദേശിൽ നിന്ന് പിടിച്ചെടുത്തത് 75 കിലോ. കർണാടകയിൽ നിന്ന് 51 കിലോയും ഉത്തർപ്രദേശിൽ നിന്ന് 26 കിലോയും വീതം MDMA ഈ കാലയളവിൽ പിടിച്ചിട്ടുണ്ട്. ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വാദം വസ്തുതകൾ മുഴുവനായി കാണാതെ പറഞ്ഞ ഒരു പകുതി സത്യമാണ് എന്നുള്ളതാണ്. ഒഡീഷയും രാജസ്ഥാനും പോലെയുള്ള സംസ്ഥാനങ്ങളിലെ കണക്കുകളിലെ വൈരുദ്ധ്യം മേൽപ്പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാണാതെ പോകുന്നുണ്ട്. പിടിക്കപ്പെടുന്ന ലഹരിയുടെ അളവിൽ ഒരുപാട് മുന്നിലാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തിൽ ഈ സംസ്ഥാനങ്ങളെല്ലാം പിന്നിലാണ്. 2020 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് ആകമാനം 39 ലക്ഷം കിലോ കന്നബിസ് ബേസ്ഡ് ഡ്രഗ്സ് ആണ് വിവിധ ഏജൻസികൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ 27%-ലധികം ഒഡീഷയിൽ നിന്നാണ്. ഈ പട്ടികയിലും കേരളം ആദ്യത്തെ സ്ഥാനങ്ങളിൽ ഒന്നുമില്ല. കഴിഞ്ഞ 15 വർഷങ്ങളിൽ NDPS കേസുകളിൽ 442% വർധനം ഉണ്ടായിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്.
ഇതിനു പിറകെ ലഹരിയോട് ഒരു സീറോ ടോളറൻസ് അപ്രോച്ച് എന്ന പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകളും ഓപ്പറേഷനുകളും സംസ്ഥാനത്തുടനീളം നടക്കുന്നുമുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം കൂടി വരുന്നത് ഇങ്ങനെയാണെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പോലീസിന്റെയും എക്സൈസിന്റെയും റെയ്ഡുകൾ വലിയ രീതിയിൽ ഇതിന് സഹായകമായിട്ടുണ്ട്. അതായത് കേസുകളുടെ എണ്ണത്തിൽ ഒന്നാമതായതുകൊണ്ട് മാത്രം കേരളം ലഹരി ഉപയോഗത്തിൽ ഒന്നാമതാണ് എന്ന് പറയുന്നത് തീർത്തും വസ്തുതാവിരുദ്ധമാണ് എന്നർത്ഥം.